കൈപൊക്കിക്കേ. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അന്ത പരകയ്യന്മാരുണ്ടാ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞാൽ സ്വർഗം ഉണ്ടെന്നാ. ചാവാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ കൈപൊക്കിയതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സർവ്വ പാപങ്ങളും പൊറുക്കാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ഇന്ന് വരെ ഹജറുൽ അസ്വദ് മുത്തിയ പാവം പൊറുക്കണല്ലോ, അതിന് മക്കത്ത് പോകണം. അവിടെ പോയാൽ മുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഇടിയായിരിക്കും, മുത്തൽ നടക്കത്തൊന്നുമില്ല. അപ്പൊ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഇരുന്നോത്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ? അതിനും മടിയാ, ഓതൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ആയത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്ക് ഒരു 11:30 വരെ. ആ ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 11:30 വരെ ഇവിടെ ഇരിക്കണം. ഇപ്പൊ കിട്ടൂല. ഓസിനങ്ങനെ മേടിച്ചിട്ട് പോകണ്ട. ആയത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞാൽ പിന്നെ അതിനൊരു മഹത്വം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് കിട്ടുന്നതിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ ഇരിക്കാനുള്ള മനസ്സെങ്കിലും ക്ഷമയെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ സന്തോഷത്തോടു കൂടി ആ ആയത്ത് ഓതി തൗബ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച സ്വർഗം കിട്ടും. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നവർ നാളെ അള്ളാഹുവിന്റെ പടച്ചവൻ നമുക്കൊരു സ്ഥാനം തരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം നടന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ് അനസ് തങ്ങൾക്ക്. പ്രവാചകന്റെ കൂടെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമാണ്. പ്രവാചകന്റെ ഖാദിമായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട, എന്റെ പ്രിയപ്പെട്ടവരെ, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ എങ്ങാണം എന്റെ മുത്തുനബി കണ്ടിരുന്നെങ്കിൽ. അവിടെ നിന്ന് പറയുന്നു, റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനായ മഹാനായ റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം ജീവിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റബിയാ, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്നെങ്കിലോ. അവിടെ നിന്നതാ പറയുകയാണ്, അനസ് തങ്ങൾ പറയുന്നു, അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെങ്ങാണം അവിടെ നിന്ന് പറയുന്നു, റബിയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാണം നിന്നെ കണ്ടിരുന്നെങ്കിലോ അവിടെ നിന്ന് ഇഷ്ടപ്പെടുമായിരുന്നു റബിയാ. അനസുതങ്ങളതാ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുകയാണ്, നബി നിന്നെ കണ്ടിരുന്നെങ്കിലോ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കണ്ടിരുന്നെങ്കിലോ പ്രവാചകൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് റബീഅത്ത് ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനസുതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടാൽ സ്നേഹിക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ കൂടെ നടന്ന സ്വഹാബി പറയാനുള്ള കാരണമെന്താ? അതിനുള്ള യോഗ്യത എന്തായിരുന്നു? ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? ആരാ റബീഅത്ത് ഇബ്നു ഹുസൈം എന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ,
അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്ത് ഓതിയപ്പോ മഹാനായ റബീഅത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഓതിയപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നില് തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഒരു ഖബർ കുഴിക്കുകയാ. തന്റെ വീടിന്റെ മുന്നില് വാതിലിന്റെ മുന്നില് റബീഅത്ത് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ഖബർ കുഴിക്കുകയാണ്. ഖബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി വെളുപ്പാങ്കാലത്ത് റബീഅത്ത് ബിൻ ഹുസൈൻ എഴുന്നേറ്റ് കഴിഞ്ഞവനെ എഴുന്നേറ്റ് വന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഇറങ്ങി അങ്ങോട്ട് മയ്യത്ത് കിടത്തുന്നത് പോലെ കിടക്കുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, ഖാല റബ്ബിർജിഊനി, അല്ലാഹുവേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളികളെ പറയുന്നത് പോലെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളികൾ അവിടെ കിടന്ന് യാചിക്കുന്നു, എനിക്കൊരവസരം കൂടെ നൽകിയാൽ, എനിക്കൊരു ചാൻസ് കൂടെ നൽകിയാൽ പടച്ചവനെ നിസ്കരിക്കാൻ തമ്പുരാന്, ഖുർആൻ ഓതാൻ തമ്പുരാന്, ദിക്റുകൾ പറയാൻ തമ്പുരാന്, സദഖകൾ കൊടുക്കാൻ തമ്പുരാന്, എനിക്കൊരവസരം താ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുകൾ യാചിക്കുമെന്ന അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ റബീഅത്ത് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കൊരവസരം കൂടെ തന്നാൽ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ. മയ്യത്തുകൾ കിടന്ന് വിലപിക്കുന്നത് പോലെ ഖബറിന്റെ അകത്ത് കിടന്ന് വിലപിക്കുകയാണ്. ഖബറിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവേ ദുനിയാവിലേക്ക് ഇറങ്ങിപ്പോയി. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഒരുപാട് ഇബാദത്തുകൾ എടുക്കുകയാണ്. അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നു. വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്തും വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് റബീഅത്ത് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുന്നു, നാഥാ ഒരവസരം കൂടെ താ അല്ലാഹ്, നന്മ ചെയ്യാൻ ഒരവസരം കൂടെ താ അല്ലാഹ്. ഖബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അവസാനം എഴുന്നേറ്റ് വീടിന്റെ അകത്ത് കയറി. പിന്നെ രാത്രി മുഴുവനും ഇബാദത്താണ്. അല്ലാഹുവേ ഇങ്ങനെ ജീവിച്ചിരുന്ന റബീഅത്ത് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനസ് തങ്ങൾ പറയുന്നു, റബീഅ അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കണ്ടിരുന്നെങ്കിലോ മുത്തുനബി സ്നേഹിക്കുമായിരുന്നു എന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെ ആരെയെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണോ? മുത്തുനബിയുടെ കൂട്ടുകാരാകണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ? ചെറുപ്പക്കാരാ, നിങ്ങള് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പച്ചക്കുപ്പ
കഅബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാകണോ, മുത്തുനബി സ്നേഹിക്കുന്ന പെണ്ണാകണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റബീഅത്ത് ബിൻ ഹുസൈമിന്റെ പോലെയാകൂ, റബീഅത്ത് ബിൻ ഹുസൈമിനെ പോലെയാകൂ. ആ ചെറുപ്പക്കാരന് 6 നന്മ കൊണ്ടുണ്ടായിരുന്നു. ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഈ പറയുന്ന 6 നല്ല ഗുണങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനുണ്ടോ? നീ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ, മുത്തുനബി നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ, മുത്തുനബി നിന്നെ സ്നേഹിക്കും ബാപ്പാ. മുത്തുനബിയുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് ചരിത്രം പറയുകയാ. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന താബഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹാദിമായി നടന്ന അനസ് തങ്ങൾ പറയുകയാ, നിന്നെ എങ്ങാനും പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ എന്റെ നബി നിന്നെ സ്നേഹിക്കുമായിരുന്നു, എന്റെ മുത്തുനബി നിന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം നിനക്കതിനുള്ള യോഗ്യതയുണ്ട്, നിനക്കതിനുള്ള അർഹതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കില്ലാതെ പോയത്. ഈ സദസ്സിലിരിക്കുന്ന നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. ഈ പറയുന്ന 6 നല്ല ഗുണം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മൾ മുത്തുനബിയുടെ കൂട്ടുകാരാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, ഉറക്കല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, മുത്തുനബിയെ സ്വപ്നം കാണാൻ, അള്ളാഹുവെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ തങ്ങളെ ഒരു വട്ടമെങ്കിലും ഒന്ന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചോനെ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചോനെ. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, എനിക്ക് ആഗ്രഹമുണ്ട്. 33 കൊല്ലമായി ഞാനും പരിശ്രമിക്കുന്നു, ഇതുവരെ പറ്റിയില്ല. മുത്തുനബിയെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. നമ്മളൊക്കെ പറയും മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടം, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ. ഓ, എന്നാ സ്നേഹമെന്നറിയോ പടച്ചോനെ. മൗലിദ് മദ്ഹ് എല്ലാം അത് കഴിഞ്ഞ് മടക്കി ആണ്ട് നടത്ത വർഷത്തി 12 ദിവസത്തെ ആണ്ട്. ആ സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്നേഹിച്ചിട്ട് മുത്തുനബിയെ കാണാൻ ഞാൻ ആലോചിക്കുന്നത് 33 കൊല്ലം കൊണ്ട് ഞാൻ വഅദ് പറയും, സ്വലാത്ത് പറയും, മദ്ഹ് പറയും, മൗലിദ് ഓതും, എല്ലാം ചെയ്യും. 33 കൊല്ലമായിട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ കള്ളനാണ്, എന്റെ സ്നേഹം കള്ള സ്നേഹമാണ് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ 33 കൊല്ലം കൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ട് മുത്തുനബി എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ സ്നേഹം കപട സ്നേഹമാണ്. അള്ളാഹു അത് നല്ല നിലയിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് 33 ആയുള്ളൂ. സ്റ്റേജിൽ 50 കഴിഞ്ഞ് ഇരിപ്പുണ്ട്. സ്റ്റേജിലും പുറത്തു ഇരിക്കണവർ എന്നെക്കാലം വയസ്സ് മൂത്തവരുണ്ട്. എന്തേ വാപ്പ പറ്റാത്ത? ഒരുപാട് നബിദിന ആഘോഷിച്ചല്ലോ, ഒരുപാട് ചീരണി നിന്നല്ലോ, ഒരുപാട് മൗലിദ് ഓതിയല്ലോ, ഒരുപാട് സലാത്ത് പറഞ്ഞല്ലോ, എന്തേ നിന്നെ കൊണ്ടും പറ്റാത്തത്? അപ്പൊ കള്ളസ്നേഹം ആയതുകൊണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് മുത്തുനബിയെ കാണാനും ഒരു എളുപ്പ വഴിയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓത്. നീ മദീനത്തൊന്നും പോണ്ട, ആ മദീനത്ത് കടന്നുറങ്ങണ നബി നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുണ്ട്. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആയത്തൊക്കെ പിന്നെ പഠിക്കാം. ആ ലൈറ്റിന്റെ ചുവട്ടി കുറച്ച് ചങ്ങാതിമാര് നിൽക്കുന്നുണ്ട്, ഇവിടെയും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. എന്തിനാ മക്കളെ നിൽക്കണ? എടാ സ്വർഗത്തിൽ കയറി ഇരടാ അനിയന്മാരെ. സംഘാടകരാണെങ്കിലും ഒരു ബക്കറ്റ് പിരിവുണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവെടുക്കാൻ വേണ്ടിയാ ഇവരൊക്കെ. അത് അവരുടെ ജോലി അതുകൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. പൊക്കിയോ? ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റ് ഇട്ടേ. ആ പൊക്കിയ സംഘാടകരെ ബക്കറ്റ് എടുത്തേ. സംഘാടകര് ബക്കറ്റ് പിരിവില്ലേ? അപ്പൊ ബക്കറ്റ് പിരിവ് നല്ല ദിവസം പറയാതെ ബക്കറ്റ് എന്നല്ല, പാട്ട പിരിവില്ല.
സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവര് പൊക്കിയില്ലേ, ആ പോക്കറ്റിലോട്ട് ആ കയ്യൊന്നിട്ടിട്ട് ഒരു സദക്ക എടുത്ത് ആർക്കാ നേട്ടം? ആർക്കാ നേട്ടം? നിന്റെ പൈസ അള്ളയ്ക്ക് വേണോ? വേണ്ട. എടാ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. മംഗലാപുരത്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയാ ഇനി മരുന്നുകളൊന്നുമില്ല, മോളി ഇരിക്കണ ആള് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കൊണ്ടുപോക്കോളാൻ. അപ്പം മോനെ 1001 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കൈ കൊടുത്തേരെ ദുആ ചെയ്യാൻ. ആർക്ക് വേണം നിന്റെ 1001 രൂപ? അപ്പഴാ കൊടുക്കണ്ടേ? എടാ, 2 കിഡ്നിക്കും തകർന്നു പോയി. പടച്ചവനെ, മാറ്റിവെക്കാൻ 35-40 ലക്ഷം രൂപ വേണം. 35-40 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 501 രൂപ പള്ളിക്ക്. അപ്പോഴല്ല മോനെ കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. എടാ, നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു നല്ല സദക്ക 10 രൂപ എടുത്താൽ മതി. ഇപ്പോ നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക എടുത്തിട്ട് അൽഹംദുലില്ലാ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പേരിൽ അൽഹംദുലില്ലാ ബഹുമാനായ മിത്തബ ഉസ്താദ് പറഞ്ഞു തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട്, ഞാനല്ല പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയല്ലേ പറഞ്ഞേ? കള്ളം പറയോ? മുത്തുനബി കള്ളം പറയോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തു റദ്ദുൽ ബല, ക്യാൻസർ മാറ്റും, ട്യൂമർ മാറ്റും, കിഡ്നി രോഗം മാറ്റും, സ്ട്രോക്ക് മാറ്റും, നിന്റെ സർവ്വ രോഗങ്ങളും മാറ്റാൻ നീ കൊടുക്കുന്ന ഈ ചെറിയ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ, എന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ച് മരുന്ന് വാങ്ങുന്ന ഒരു രോഗവും മരിക്കുന്ന കാലം വരെ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുത്ത് ഇൻഷാ അല്ലാഹ്. സംഘാടകരെ ചങ്ങായി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ പഠിച്ചു. അൽഹംദുലില്ലാ എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, മുത്തുനബി പറഞ്ഞ ഹദീസ് കേട്ടിട്ട് കൊടുക്കുന്നവരാണ്. അല്ലാഹ് അറുത്തു മുറിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗം കൊടുക്കല്ല. അവരുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. അല്ലാഹുവേ, ഹറാം കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അതാപടെന്ന് ചരിത്രം പറയുന്നു, പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞ ആ കണ്ണപ്പ തന്നെ അങ്ങ് താഴ്ത്തും. പെണ്ണുങ്ങളുടെ ശരീരത്ത് നോക്കാറില്ല, അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ലായിരുന്നു റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിരുന്നത്. റബീഅത്ത് ബിൻ ഹുസൈമിനെ അവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ അന്ധനാണെന്ന് വിചാരിച്ചിരുന്നേ. കാരണം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. പെണ്ണുങ്ങൾ പറയുമായിരുന്നു അന്ധനായ അവിടുന്ന് റബിയ വരുന്നു, അന്ധനായ റബിയ വരുന്നു എന്ന് പെണ്ണുങ്ങൾ പറയും. അത്രയ്ക്കും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കാണെങ്കിൽ ഇല്ലാതെ പോയതും അത് തന്നെയാ. നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യം നീ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവര്, നമ്മളാണെങ്കിൽ പടച്ചവനെ ഇന്ന് അന്യ പുരുഷനെ നോക്കുന്ന പെണ്ണുങ്ങളാണ്. അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. മോനെ,
അത് പാപമല്ലേടാ. നിന്റെ ദീനെന്തേ പഠിപ്പിച്ചത്? നിന്റെ ദീനെന്തേ പഠിപ്പിച്ചത്? മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. അല്ലാഹുവേ, നമ്മുടെ ദീൻ എന്താ പഠിപ്പിക്കുന്നത്? മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും ആണുങ്ങൾ കാണാൻ പാടില്ല. ആണുങ്ങളുടെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നിപ്പോ ആരോടാ ഉസ്താദെ ഇത് പറയണേ? ഇരിക്കണ ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ ഇപ്പൊ എല്ലാരും കാണുന്നല്ലേ? അന്യ പെണ്ണിന്റെ മുഖത്ത് എല്ലാരും നോക്കാറുണ്ട്. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് എത്രയോ പേര് കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു പാപമാണോ? ഇല്ലേ? ഇതൊക്കെ ഒരു പാപമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കും, ഉസ്താദ് ഇപ്പൊ TV കാണുന്നവരുണ്ടല്ലോ, വീടിന്റെ അകത്ത് വേങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഹാജിയാരും കാണും, ഹജ്ജിന് പോയവനും കാണും, ഉംറയ്ക്ക് പോയവനും കാണും, വഅദ് പറയുന്നവനും കാണും, പള്ളിയിലെ ഉസ്താദും കാണും, പള്ളിയിലെ പ്രസിഡന്റും കാണും, സെക്രട്ടറിയും കാണും, എല്ലാരും കാണും. ഇത് വല്ല തെറ്റുവാണോ? ഇത് വല്ല തെറ്റുവാണോ? അരപ്പാവാട് ഇട്ടുകൊണ്ടൊരു പെണ്ണ് പാട്ട് പാടുന്നു, ആടുന്നു, കാണുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണ് റോഡിൽ കൂടെ ശരീരം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു, നോക്കുന്നതിൽ പാപം ഇല്ലല്ലോ. ഇതൊരു പാപമായിട്ട് ആരും കരുതുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് തെറ്റാണെന്ന് ഇന്നത്തെ സമൂഹം അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. പെണ്ണുങ്ങളെ തന്നെ അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നു, അതൊരു തെറ്റാണോ ഉസ്താദ്? ഇതൊക്കെ ചെയ്ത് ഇതൊക്കെയാണോ പറയേണ്ട ചോദിക്കുന്നവരുണ്ട്. ആരാ പറഞ്ഞത് ഇത് സിമ്പിൾ ആണെന്ന്? ആരാ പറഞ്ഞേ ഇത് നിസാര പാപമാണെന്ന്? ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന്? ഇതൊരു നിസാര തെറ്റാണെന്ന് ആരാ പറഞ്ഞെന്നേ? താടി വെച്ച ഹാജിയാരും തഴമ്പുള്ള ഹാജിയാരും വീട്ടിൽ TV മേടിച്ച് വെച്ചിട്ട് കുടുംബസമേതം കാണുക. 24 മണിക്കൂർ കയ്യിൽ തസ്ബീഹും പിടിച്ച് ഹിജാബ് ഇട്ടടക്കണം ഉമ്മായും TV-യുടെ മുന്നിൽ ഇരുന്നിട്ട് അന്യപുരുഷൻ ഔറത്ത് മുട്ടിന് മുകളിലുള്ള വസ്ത്രവും ധരിച്ചിട്ട് നടക്കണ കാണുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും പാപമായിട്ട് ആരും കരുതുന്നില്ല, ഇതൊന്നും തെറ്റായിട്ട് ആരും കരുതുന്നില്ല. എങ്കിലും നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വീടിന്റെ റൂമിന്റെ അകത്തിരുന്നിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവന് ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അല്ലാഹുവിനെ കാണണ്ട കണ്ണല്ലേ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതൊരു പാപമല്ല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുന്ന ചെറുപ്പക്കാരോട്, അന്യ പുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണന്മാരോട് ഇത് പാപമല്ല എന്ന് കരുതിയിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ അതാ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ മഹാനവറുകൾ അവിടെ നിന്ന് നോക്കുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ റബ്ബേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ കൂടപ്പുറപ്പിന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോ ഈ മഹാൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്?
അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന തങ്ങളെ, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചതെന്നറിയുവോടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? പഠിച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യരാ. എന്നൊരു പ്രതിഫലമാ സഹോദരാ. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു പാവപ്പെട്ട ഉപ്പാനെ കാണാൻ പോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. എല്ലും തോലുമായിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാണാ പോയപ്പോഴും പടച്ചവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ. സഹോദരാ, എത്ര വലിയ ഭാഗ്യവാനെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയോ? ആ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ മത്സരിക്കില്ല, പള്ളിയുടെ സെക്രട്ടറി ആകാൻ മത്സരിക്കില്ലോ, പള്ളിയുടെ ഖതീബാകാൻ നടക്കില്ലോ. ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മത്സരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. കാരണം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ സഹാബാ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമോ സഹാബാ? 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു ഹാജിയാരെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയോ? എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ ഇവർ 2 പേരും ഇങ്ങോട്ട് പോണു? ഒന്ന് വിട്ടാരുടെ ചങ്ങായിമാരെ പതുക്കെ ഒന്ന് ഓടിക്കണ്ട, അവര് പൊക്കോളും. ബിസ്മില്ലാ, അവര് പൊക്കോട്ടെ. അൽഹംദുലില്ലാഹ്. അസ്ഹാബുൽ കൗഫിന്റെ കൂടെ കാവലിരുന്ന നായി നാളെ സ്വർഗത്തില്ല. ആ യോഗമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. തൊട്ട 7 വെള്ളത്തിൽ കഴുകേണ്ട സാധനമാ. കാവലിരുന്നപ്പോ 10 മൃഗങ്ങൾ നാളെ സ്വർഗത്തില്ല. അതിൽപ്പെട്ട ഒന്നാ നായി. അതിന്റെ രക്ഷപ്പെട്ടു. നമ്മളോ? ആ 4 കാലി രക്ഷപ്പെട്ടു. നമ്മൾ പട്ടിയെ കാണുമ്പോ നമ്മൾ 4 കാലിയായ ഈ പട്ടിയെ കാണുമ്പോ നമുക്ക് അലർജി. അല്ല പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ പോകുന്ന 4 കാലിയെക്കാളും മനുഷ്യൻ അധപ്പതിച്ചവനാ. ബൽഹും അല്ലല്ലെന്ന് പറഞ്ഞേ. ഈ നായിയെക്കാളും വൃത്തികെട്ടവനാ 2 കാലുള്ളവൻ. ഇതിനെക്കാളും എടാ, ഈ നായി വേറൊരു നായിയെ വ്യഭിചരിക്കാറുണ്ടോ? കൂട്ടമായിട്ട് വ്യഭിചരിക്കാറുണ്ടോ? ഇല്ല. ആര്? 2 കാലുള്ളവന്മാര് വ്യഭിചരിക്കും. മകളുടെ പ്രായമില്ലാത്ത പാലുകുടി മാറാത്ത കുഞ്ഞിനെ വരെ വ്യഭിചരിക്കുന്നവന്മാരുടെ കാലം. അല്ല പറഞ്ഞത് വെറുതെ അല്ല. വൽഹും അല്ലല്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ ബാങ്ക് വിളിച്ചിട്ടില്ല അല്ലേ? ബാങ്ക് വിളിക്കുന്നവന്റെ പ്രതിഫലം അറിയ നിങ്ങൾക്ക്? അള്ളാന്റെ കോടതിയിൽ നാളെ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും.
അള്ളാന്റെ കോടതിയിൽ എല്ലാരും പേടിച്ച് തലതാഴ്ത്തി പിടിച്ച് നടക്കുന്ന ദിവസം 2 വിഭാഗം ആൾക്കാരുടെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തലനാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഉയർന്നു നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഖതീബിനല്ല, പള്ളിയിലെ കമ്മിറ്റിക്കാർക്കല്ല, പിന്നെ ആർക്കാ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മഹാൻ. അദ്ദേഹവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവാറുണ്ട്. എന്തുകൊണ്ട് പറചങ്ങാതിമാരെ, എന്തുകൊണ്ട്? ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവും. എന്തേ? ശൈത്താൻ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് കൂവുന്നതാ, ഇല്ലേ? ബാങ്ക് വിളിക്കണ സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും. എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ചരിത്രം ഇവിടുന്ന് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കണ സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടുന്നതിന്റെ കാരണം, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഇവിടത്തെ പള്ളിയിൽ ഇവിടത്തെ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ദുനിയാവിലെ എന്തെല്ലാം വസ്തുക്കള് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, എന്തെല്ലാം വസ്തുക്കള് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ വസ്തുക്കള് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ഇവര് മുഴുവനും പറയും, പടച്ചവനെ, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു തമ്പുരാനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കല്ല എന്ന് നാളെ സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിനോട് മുഅദ്ദിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാടെ പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും, അള്ളാഹുവേ ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും. ശൈത്താൻ കേട്ടാലോ? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ നാളെ അള്ളാഹിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്ക്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി